ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്കിനി നമ്മുടെ +2 എക്കണോമിക്സിൽ നിങ്ങളോട് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇപ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആണ്. അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക ചോദ്യങ്ങൾ നോക്കിയതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ 4 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ്. നിങ്ങൾ ക്ലാസ്സിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും ഈ നോട്ട്സൊക്കെ. അതുപോലെ തന്നെ ടീച്ചറും പറഞ്ഞു തന്നിട്ടുണ്ടാവും പലതരത്തിൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്രോ ആൻഡ് മാക്രോ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. അതാണ് മൈക്രോ എക്കണോമിക്സ്. എക്കോണമിയിലെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാഖയാണ്, അല്ലെങ്കിൽ എക്കണോമിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്നാൽ എക്കോണമിയുടെ അഗ്രിഗേറ്റ്സിനെ കുറിച്ച്, ടോട്ടാലിറ്റിയെ കുറിച്ച് പഠിക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഒരു 4 ഡിഫറൻസ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ട് അതിനെ മൈക്രോ ആൻഡ് മാക്രോ എന്ന് പറഞ്ഞിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയും, ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഇവിടെ നമുക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ ഓറഞ്ച്, യൂട്ടിലിറ്റി, പെർ ക്യാപിറ്റ ഇൻകം, ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മൈക്രോ എക്കണോമിക്സിൽ എന്തൊക്കെ വരും? ഡിമാൻഡ് ഫോർ ഓറഞ്ച് വരും, അതുപോലെ തന്നെ യൂട്ടിലിറ്റിയും വരും. 2, 3 ആണ് മൈക്രോ എക്കണോമിക്സിൽ വരുന്നത്. അഗ്രിഗേറ്റ് ഡിമാൻഡും പെർ ക്യാപിറ്റ ഇൻകം എന്തിലാണ് വരിക? മാക്രോ എക്കണോമിക്സിലാണ് വരിക. അപ്പോൾ ഈ രീതിയിൽ മൈക്രോ എക്കണോമിക്സിൽ എന്തൊക്കെ വരും, മാക്രോ എക്കണോമിക്സിൽ എന്തൊക്കെ വരും എന്നുള്ളത് നന്നായിട്ട് നോക്കി വെച്ചോളൂ. ഇത് നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എനി 4 ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡിനെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? എന്തൊക്കെയാണ് മക്കളെ ഡിമാൻഡിനെ ബാധിക്കുന്ന ഘടകങ്ങൾ? പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, പ്രൈസ് ഓഫ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമർ, ഫാഷൻ, ക്ലൈമറ്റ്. ഇതെല്ലാം തന്നെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ പോയിന്റുകൾ പഠിക്കുക, അതിന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിനും കൂടി ചെയ്താൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ മീനിങ്. നന്നായിട്ട് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ മാർക്കറ്റ് സിറ്റുവേഷൻ വിച്ച് ലാർജർ നമ്പർ, അല്ലേ, ഒരുപാട് എന്താ പറയുക, ബയേഴ്സ് ആണെങ്കിലും സെല്ലേഴ്സ് ആണെങ്കിലും ലാർജർ നമ്പർ ആയിരിക്കും ഉണ്ടാവാം. ആൻഡ് ലിസ്റ്റ് ഔട്ട് എനി 3 ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ്: ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഹോമോജീനിയസ് പ്രൊഡക്റ്റ്, ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. ഇതെല്ലാം എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മാർക്കറ്റ് സിറ്റുവേഷൻ വിച്ച് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് വരുന്ന ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണ് എന്ത്? നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് നന്നായിട്ട് പഠിച്ചോളൂ, ഫീച്ചേഴ്സ് നന്നായിട്ട് പഠിച്ചോളൂ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. മറ്റൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന 4 മാർക്കിന് GDPയുടെ ലിമിറ്റേഷൻസ് ചോദിക്കാം. GDP ഒരു രാജ്യത്തിൻ്റെ വെൽഫെയറിൻ്റെ ഇൻഡെക്സ് ആയിട്ട് പലരും പരിഗണിക്കാറുണ്ട്. അപ്പോൾ അതങ്ങനെ പരിഗണിക്കാൻ പാടുണ്ടോ? GDPയെ ഒരു എക്കോണമിയുടെ, ഒരു കൺട്രിയുടെ വെൽഫെയറിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് പറയുന്നതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് GDP, അതിൻ്റെ യൂണിഫോമിറ്റി, അതിൻ്റെ എക്സ്റ്റേണാലിറ്റി, നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ഏരിയ പറയാവുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 4 മാർക്കിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദാറ്റ് ഈസ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, MPCയും മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്, MPSഉം. ഇത് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയും. റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ കൺസംഷൻ ആൻഡ് ചേഞ്ച് ഇൻ ഇൻകം ആണ് നമുക്കവിടെ എന്ത് പറയുക, നിങ്ങൾക്ക് ഡിഫറൻസ് ആയിട്ട് പറയാൻ പറ്റുക. അതുപോലെ തന്നെ ഒരു ടേബിൾ ഫില്ല് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. MPCയും MPSഉം കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള. റെഡി അല്ലേ? ഇവിടുത്തെ നമ്മൾക്ക് ഉത്തരം നോക്കുകയാണെങ്കിൽ 0.5ഉം 0.5ഉം വരുന്നതായിട്ട് കാണാം. റെഡി? അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചു വെച്ചോളൂ മക്കളെ ഈ ചോദ്യങ്ങളൊക്കെ. ഇതൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓൾറെഡി 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പഠിക്കാം. ഓൾ ദ വെരി ബെസ്റ്റ്.